കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സുസ്മിതേ, പറയ് സുസ്മിതേ. ആ, ഈ നേരത്തെ വിളിച്ചത് ബുദ്ധിമുട്ടായില്ലല്ലോ? ബുദ്ധിമുട്ടായാലും സഹിച്ചല്ലേ പറ്റൂ. നീ കാര്യം പറയും. ആ, സോറി ആന്റി. വിഷ്ണുവേട്ടൻ തല തല്ലി പൊളിച്ചു എന്നൊക്കെ കേട്ടു. തലവേദനയായിട്ടോ മറ്റോ കിടക്കുവാണോ എന്ന് കരുതിയിട്ടാ ഞാൻ. അവൻ എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണിയും ഞാൻ അവന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അഴിയെണ്ണിക്കൊണ്ടിരിക്കുക നിന്റെ വിഷ്ണുവേട്ടൻ. ആ, ഒന്ന് തിളക്കട്ടെ. അയ്യോ, വിഷ്ണുവേട്ടൻ എന്തെങ്കിലും ചെയ്തതിന് എന്നോട് എന്തിനാ ആന്റി ദേഷ്യം? നിനക്കിത് അത്രയ്ക്ക് സുഖിക്കില്ലാന്ന് എനിക്കറിയാം. അവനെ കൊണ്ട് കഴുത്തി കെട്ടിക്കാൻ താലിമാലയും കൊണ്ട് നടക്കുകയല്ലേ നീ? അത് സത്യം തന്നെയാ. പക്ഷേ അതെന്തിനാന്ന് ആന്റി വിചാരിക്കുന്നേ? നീ പറ, വിശ്വസിക്കണോ വേണ്ടയോന്ന് ഞാൻ ആലോചിച്ച് തീരുമാനിക്കാം. 2 വട്ടം എന്നെ കതിർ മണ്ഡപം വരെ എത്തിച്ചിട്ട് കബളിപ്പിച്ച് കടന്നു കളഞ്ഞവനാത്. ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അപമാനം. അവനെ വെറുത്ത് വെറുത്ത് ഒരു പേപ്പട്ടിയുടെ സ്ഥാനത്താ ഞാനിപ്പോ കാണുന്നേ. എന്റെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷം അവനെ എന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാനാ പ്ലാൻ. ഭൂമിയിലെ നരകം എന്താണെന്ന് അവൻ അറിയും. അതിന് അവൻ തന്നെ വേണമെന്നില്ല. നിന്നെ ആര് കെട്ടിയാലും അതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. ആന്റി എന്തിനാ എപ്പോഴും എന്നെ ശത്രുസ്ഥാനത്ത് കാണുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ആന്റിക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് എന്തുമാത്രം വിവരങ്ങളാ ചോർത്തി തരുന്നേ. ഓരോ കാര്യങ്ങള് അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുന്നില്ലേ? ശത്രുപാളയത്തിൽ ഒരാളുള്ളത് നല്ലതല്ലേ ആന്റി? അതിനൊക്കെ കൂടി നീ എന്തെങ്കിലും മൊത്തത്തിലൊരു വിലയിടുമെന്ന് എനിക്ക് അറിയാം. ദേ കണ്ടോ, ആന്റിക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ല. കഷ്ടമുണ്ട് കേട്ടോ ആന്റി. ശരി, ഞാൻ വെച്ചേക്കുവാ. കൂടുതൽ സംസാരിക്കണം എന്നില്ല. നീ വിളിച്ചത് എന്തിനാണെന്ന് കൂടി പറ. വെറുതെ വിളിക്കില്ലല്ലോ നീ. ആന്റി എന്നെ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ആന്റി വിശ്വസിക്കുന്നവര് പിന്നീന്ന് കുത്തുവെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. അതാര്? ജോലിയുടെ ഒരു ഭാഗമാണെന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം. എന്നാലും സ്വന്തം അമ്മയുടെ തല തല്ലി പൊളിച്ചവനെ ഒരു വക്കീല് ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എന്താ നീ പറഞ്ഞത്? അതെ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാ വിഷ്ണുവേട്ടൻ ആന്റി പറഞ്ഞതുപോലെ അഴി എണ്ണി കിടക്കുന്നത്. നാളെ വിഷ്ണുവേട്ടനെ ജാമ്യത്തിൽ ഇറക്കാമെന്ന് ശാലിനിക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് ആരാണെന്നറിയോ? ആന്റിയുടെ മകൻ അർജുൻ. അവനെ ഞാൻ വെറുതെ എടുത്തു ചാടല്ലേ ആന്റി. ഇപ്പൊ തന്നെ അർജുനെ വിളിച്ചു ചോദിച്ചാ അവര് വേറെ വക്കീലിനെ ഏർപ്പാടാക്കും. പ്രതികരിക്കേണ്ട സമയം ഇതല്ല. കൊടുക്കേണ്ട മറുപടിയും വേറെയാ. ബ്രഹ്മാസ്ത്രം കയ്യിലുള്ളപ്പോഴാ ആന്റി കമ്പ് ചെത്തി കൂർപ്പിച്ച് അമ്പുകൊണ്ട് കളിച്ചോണ്ടിരിക്കുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഇതുകൊണ്ട് നിനക്കെന്താടി ലാഭം? അതായത് ആന്റിയുടെ പക്ഷത്ത് നിൽക്കുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. എങ്കി നീ വെച്ചോ. ബാക്കി സീൻ ഇനി നാളെ പോലീസ് സ്റ്റേഷനിൽ. ശരി ആന്റി. എലിക്ക് വെച്ച കെണിയില് പുലി കുടുങ്ങിന്ന് പറഞ്ഞതുപോലെ ഇതിൽ പെടാൻ പോകുന്നത് നിങ്ങളാ സത്യഭാമേ. പക്ഷേ
എനിക്ക് വേറെ നിവൃത്തിയില്ല. ഇതുകൂടി ആയാലേ ശാലിനിക്കെതിരെ നിങ്ങൾ പൂർണ്ണമായി തിരിയൂ. ശരി, ഓക്കെ. ഗോപകുമാറേ, ആ പ്രതിയെ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്ക്. കോടതിയിൽ ഹാജരാക്കണം. സാർ. പോകോ. ആശാനെ, CI സാർ ചെല്ലാൻ പറഞ്ഞു. എന്നാ നമുക്ക് പോയേക്കാം വിഷ്ണു സാറേ. കോടതിയൊക്കെ ഒന്ന് കണ്ടേക്കാം. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ. എക്സ്ക്യൂസ് മീ സർ, ഐ ആം അഡ്വക്കേറ്റ് അർജുൻ ശങ്കർ. വിഷ്ണു കോടതി കയറേണ്ട ആവശ്യം വരില്ല സർ. ഞങ്ങളിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. വിഷ്ണുവിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോർട്ട് ഓർഡർ. സാറേ, എല്ലാ ദിവസവും ഞായറാഴ്ച അല്ല, ഇന്നേ തിങ്കളാഴ്ചയാ. കോടതി അവധിയല്ല. ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലല്ലോ. പിന്നെ അതിനു മുമ്പ് എങ്ങനെ ജാമ്യം കിട്ടും? അവിടെയാണ് ഓഫീസർ നിങ്ങൾ കാണിച്ച അതിബുദ്ധി തിരിച്ചടിച്ചത്. വിഷ്ണുവിനെ ഒരു രാത്രി ലോക്കപ്പിൽ വെക്കാനായി നിങ്ങൾ കോടതി അവധിയുള്ള ദിവസം നോക്കി കസ്റ്റഡിയിലെടുത്തു. അതേസമയം കോടതിയിൽ ഹാജരാക്കാൻ കൂടുതൽ സമയം കിട്ടാൻ വേണ്ടി നിങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല.
വാ. പോലീസ് രേഖകൾ പ്രകാരം സത്യഭാമയുടെ മകൻ വിഷ്ണു നിങ്ങളുടെ കസ്റ്റഡിയിലില്ല. അതായത് നിയമപ്രകാരം വിഷ്ണു ഇപ്പോ സ്വതന്ത്രനായൊരു വ്യക്തിയാണ്. ശത്രുക്കൾ കുറേയേറെ ഉള്ളതിനാൽ അയാൾ ഒരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു. കോടതി അത് അനുവദിക്കുകയും ചെയ്തു. ദാ, ഇതങ്ങ് വാങ്ങണം സാർ. അമ്മ നോ. അവന്റെ ഒരു ജാമ്യം കോപ്പും. അമ്മേ, നിനക്കെന്തെങ്കിലും പരാതിയുണ്ടോ? എങ്കിൽ പള്ളി പോയി പറയടാ. നിന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയവനെ നിനക്ക് ജാമ്യത്തിൽ ഇറക്കണം അല്ലേടാ? സന്നദ്ധ എടുത്തിട്ട് വക്കാലത്തൊന്നും കിട്ടുന്നില്ലെങ്കിലേ നീ നിന്റെ കോട്ടെടുത്ത് പാടത്ത് കാക്കയെ ഓടിക്കാൻ ഇടറാ. അതിനെ ഇതിലും അന്തസ്സും അഭിമാനവും. ഏട്ടൻ ഇത്രയ്ക്ക് നാണം ഇല്ലാതായി പോയല്ലോ. ചിത്രേ, നീ ഈ കാര്യത്തിൽ ഇടപെടരുത്. ഇതെന്റെ പ്രൊഫഷനാണ്. ഓഹോ, വൈകിട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലെത്തുന്ന മകന് അമ്മ ചോറ് വിളമ്പി കൊടുക്കുന്നതും ഒരു പ്രൊഫഷനായിട്ടല്ലടാ. ദേ നിൽക്കുന്നു നിന്റെ അനിയത്തി. ഇവക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാലും നീ പ്രതികൾക്ക് വേണ്ടി വാദിക്കോ? അമ്മേ, ഹാ, അപ്പൊ നിനക്ക് പൊള്ളുന്നുണ്ടല്ലേ? എങ്കി നീ കേട്ടോ, ഇവളും നിന്റെ ഭാര്യയൊക്കെ എന്റെ പിന്നിൽ ഒറ്റ കെട്ടാടാ. പിന്നെ നീ കഴിഞ്ഞ ജന്മത്തിലെ ശത്രു മകനായിട്ട് ജനിച്ചതായിട്ട് എനിക്ക് തോന്നുള്ളൂ. ബസ്മതി ആന്റി, സംഭവിച്ചത് എന്താന്ന് നിങ്ങൾക്കറിയാം. ഒരു നിസ്സാര കാര്യം ഊതിപ്പെരിപ്പിക്കാൻ നോക്കുക നിങ്ങള്. സംഭവിച്ചത് നിസ്സാരമാണെന്ന് നീ അങ്ങ് വിലയിരുത്താൻ വരട്ടെ. എന്റെ തലയിൽ അടിച്ചപ്പോ അത് മർമ്മത്തെവിടെയെങ്കിലും ആണ് കൊണ്ടിരുന്നെങ്കിലോ? എനിക്കെന്തെങ്കിലും സംഭവിച്ചാ അപ്പോഴും നീ ഈ ന്യായം പറയോ? നമ്മൾ തമ്മിൽ സംസാരിച്ച എവിടെയും എത്തില്ല ആന്റി. സർ, വിഷ്ണുവേട്ടന് ജാമ്യം നൽകാനുള്ള ഓർഡർ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി വിഷ്ണുവേട്ടനെ വിട്ടയക്കണം. അതിന് ഓർഡർ എന്റെ കയ്യിൽ കിട്ടിയില്ലല്ലോ മാഡം. നിങ്ങളൊരു കടലാസ് കൊണ്ടുവന്നു. അത് ഈ നിൽക്കുന്ന പ്രതിയുടെ മുൻകൂർ ജാമ്യാണോ അതോ നിങ്ങളുടെ വീടിന്റെ കരമടച്ച രസീതാണോ എന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? ഓഫീസർ, അത് കോർട്ട് ഓർഡർ തന്നെയായിരുന്നു. സ്വന്തം അമ്മയ്ക്ക് വിശ്വാസം ഇല്ലാത്ത നിങ്ങളെ ഞാനെങ്ങനെ വിശ്വസിക്കും വക്കീലേ? വക്കീൽ എന്താ പറഞ്ഞത്? സഹദേവൻ അതിബുദ്ധി കാണിച്ചെന്നല്ലേ? സഹദേവൻ അതിബുദ്ധിക്കാരൻ തന്നെയാ. പക്ഷേ ആ അതിബുദ്ധിയൊന്നും ഇന്ന് വരെ സഹദേവനെ ചതിച്ചിട്ടുമില്ല. എന്തായാലും ഇത്രയൊക്കെ ആയി. ഇനി ഇവനെ വിടണമെന്നുണ്ടെങ്കിൽ വക്കീല് പോയി കോടതി ഉത്തരവിന്റെ പകർപ്പും കൊണ്ടുവാ. ഇവനെ പിടിച്ച് ലോക്കപ്പിൽ അടച്ചേക്കേ. കുറച്ച് കഴിഞ്ഞ് മതി കോടതിയിൽ ഹാജരാക്കുന്നത്. വിഷ്ണുട്ടാ, വിഷ്ണുവേട്ടൻ ഒന്നും ഉണ്ട് പേടിക്കണ്ട. എത്രയും പെട്ടെന്ന് ഞങ്ങൾ ജാമ്യ ഉത്തരവുമായി മടങ്ങി വരും. അർജുൻ, നീ എവിടെ പോവാടാ?
വസുമതി കുഞ്ഞമ്മേ, അയാളെ വിട്ടേക്ക്. ഇത് അയാളുടെ പ്രൊഫഷനാണെന്നല്ലേ പറഞ്ഞത്. നിങ്ങളതിൽ തലയിടുന്ന അർജുൻ ശങ്കർ സാറേ, നിങ്ങളല്ലേ പറഞ്ഞത് വിഷ്ണു കോടതി കാണേണ്ടി വരില്ലെന്ന്. വിഷ്ണു കോടതി കാണുക മാത്രമല്ല, അവിടെ കിടന്ന് നിരങ്ങുകയും ചെയ്യും. അതിനു മുമ്പ് കുറച്ചു നേരം കൂടി അവൻ ഈ പോലീസ് സ്റ്റേഷൻ ഒന്ന് കാണും. ഇതിന് ഞാൻ മറുപടി പറയാൻ പോകുന്നത് ഇവിടെ വെച്ചായിരിക്കില്ല ഓഫീസർ, കോടതിയിൽ വെച്ചായിരിക്കും. ഓ ആയിക്കോട്ടെ. ഇനി നമ്മൾ എന്താ ചെയ്യാ? അയാൾ ബുദ്ധിപൂർവ്വം തന്നെയാണ് കളിക്കുന്നത്. വിഷ്ണുവിനെ നമുക്ക് എളുപ്പം ജാമ്യത്തിലിറക്കാൻ കഴിയില്ല. അതെന്താ അർജുനേട്ടാ? നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് വിഷ്ണുവിന്റെ മുൻകൂർ ജാമ്യത്തിന്റെ കോപ്പി എടുത്ത് കൊണ്ടുവരിക എന്നത് മാത്രമാണ്. അതിനിടെ അയാൾ വിഷ്ണുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. അത് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മുൻകൂർ ജാമ്യത്തിന് പുല്ലുവില. അറസ്റ്റ് രേഖപ്പെടുത്തിയ അയാൾക്ക് വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കാൻ പിന്നെയും 24 മണിക്കൂർ സമയം ലഭിക്കും. അർജുനേട്ടാ, അപ്പോ വിഷ്ണുവിനെ ഒരു രാത്രി കൂടി ഈ ലോക്കപ്പിലിടാൻ സഹദേവൻ വിചാരിച്ചാൽ സാധിക്കും. ആ വസുമതി കുഞ്ഞമ്മേ, വക്കീല് പോകുന്നെന്ന് കരുതി ടെൻഷനൊന്നും വേണ്ട. ഇനി വിഷ്ണുവിനെ ഇവിടെ നടക്കാൻ കുറച്ചു പാടുപെടേണ്ടി വരും. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചു വരും വസുമതി കുഞ്ഞമ്മയുടെ മോൻ. അർജുനേട്ടാ, നിയമം അതാണ് ശാലിനി. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി അയാൾ വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യത്തിലെടുക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. അതും വിഷ്ണു കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കോടതിക്കൊരു സംശയം ജനിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന പക്ഷം മാത്രം. അർജുനേട്ടാ, അത് ബുദ്ധിമുട്ടാവില്ലേ? നമുക്ക് ശ്രമിച്ചു നോക്കാം ശാലിനി. പ്രശ്നം ഇയാൾ വിഷ്ണുവിനെ എപ്പോ കോടതിയിൽ ഹാജരാക്കൂ എന്നുള്ളതാണ്. ഇനിയും 24 മണിക്കൂർ സമയം കിട്ടുമല്ലോ അയാൾക്ക്. വിഷ്ണുവായുള്ള മൊത്തം കണക്ക് സെറ്റിൽ ചെയ്തിട്ട് അവനെ സഹദേവൻ ഈ ലോക്കപ്പിൽ നിന്ന് ഇറക്കും. അതുപോലൊരു കുരുക്ക ഞാൻ മുറുക്കിയിരിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്ന സമയം പ്രതിയുടെ അഭിഭാഷകനോട് പറയേണ്ടതാണ്. പക്ഷേ ഇയാളിൽ നിന്ന് അങ്ങനെ ഒരു സഹകരണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ അയാൾ വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കുന്നതുവരെ കാത്തിരിക്കാനേ നമുക്ക് മാർഗമുള്ളൂ. നമുക്ക് കോടതിയിലേക്ക് പോകാം.